വെറുതെ കടിച്ചിന. ഈ വരുന്ന ഡിസംബർ 15-ാം തീയതി തൃപ്രയാർ ഏകാദശിയാണ്. ഏകാദശിക്ക് 41 ദിവസം മുൻപേ മുതൽ തൃപ്രയാർ അമ്പലത്തിൽ നിറമാല തുടങ്ങും. വൃശ്ചിക മാസം മണ്ഡലമാസമായതുകൊണ്ട് അയ്യപ്പന്മാരെ തിരക്കും നല്ല പോലെ ഉണ്ട്. എന്നാലും തൃപ്രയാർ അമ്പലത്തിൽ ഗുരുവായൂരുള്ള അത്രയും തിരക്കില്ല കേട്ടാ. ഗുരുവായൂർ അമ്പലത്തിനെ വെല്ലണ രീതിയിലുള്ള ഒരു തിരക്ക് തൃപ്രയാർ അമ്പലത്തിൽ വരുന്നത് ഒരേ ഒരു ദിവസമാണ്. അത് തൃപ്രയാർ ഏകാദശിയുടെ അന്നാണ്. അന്ന് സൂചി കുത്താൻ സ്ഥലമില്ലാത്ത പോലെയാണ് വൈകിട്ട് തിരക്ക്. എത്ര തിരക്കുണ്ടെങ്കിലും മിക്കവാറും എല്ലാ ഏകാദശിക്കും ഞങ്ങൾ വരാറുണ്ട്. കുറച്ച് ദിവസമായി അമ്മ ചോദിക്കുന്നു നിറമാല കാണാൻ പോകണ്ടേന്ന്. അപ്പം അങ്ങനെ ഞാനും ദീപും അമ്മയും കൂടി ഇന്ന് ഇവിടുത്തെ തൃപ്രയാർ അമ്പലത്തിലെ നിറമാല കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ക്ഷേത്രത്തിന് പുറത്ത് നടപ്പന്തലിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ അവിടെ ഒരു ദീപം തെളിച്ചു വെച്ചിട്ടുണ്ടാവും. അതിൻ്റെ മുകളിലായിട്ട് ആഞ്ജനേയ സ്വാമിയുടെ ഒരു രൂപമുണ്ട്. പണ്ട് ഡാഡിയുള്ളപ്പോൾ ശീലിപ്പിച്ചിട്ടുള്ളതാണ് ഈ നിറമാല കാണാൻ വരലൊക്കെ. അതിപ്പോഴും അങ്ങനെ അങ്ങോട്ട് തുടരുന്നു. ഞങ്ങളെന്തായാലും അമ്പലത്തിലേക്ക് കയറട്ടെ. കയ്യിൽ ബാഗൊക്കെ ഉള്ളതുകൊണ്ടേ ആദ്യം ഞാനും അമ്മയും തൊഴുതിറങ്ങി. അതിന് ശേഷമാണ് ദീപു തൊഴാനായിട്ട് കയറിയത്. ഞങ്ങൾക്ക് 3 പേർക്കും നല്ലൊരു ദർശനമാണ് ഇന്ന് കിട്ടിയത്. അതിൻ്റെ ഒരു സന്തോഷം ദീപുവിൻ്റെ മുഖത്ത് നിങ്ങൾക്ക് കാണാം. തൊഴുതിറങ്ങിയാൽ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നമ്പീശൻസിൽ കയറിയിട്ട് വയറ് നിറയെ നെയ്റോസ്റ്റും മസാല ദോശയും വടയും ഒക്കെ അങ്ങോട്ട് കഴിക്കുക എന്നുള്ളതാണ്. മസാല അല്ലേ പോയി കഴിയുണ്ടോ? ഒരു വെറൈറ്റിക്ക് ഇന്ന് ഞങ്ങൾ നെയ്യ് മസാലയാണ് പറഞ്ഞിട്ടുള്ളത്. തൃപ്രയാർ നമ്പീശൻസ് ലക്ഷ്മി കഫേയിൽ പല തവണയും ഞങ്ങൾ വീഡിയോ ചെയ്യണം. ഇത്തവണ എന്തായാലും ഒരുപാട് എക്സ്പ്രഷനൊന്നും വാരി വിതറാൻ ഉദ്ദേശിക്കുന്നില്ല. ആസ്വദിച്ചങ്ങോട്ട് കഴിക്കാൻ പോവാണ്. നമ്മുടെ നെയ് മസാല വടങ്ങണ്ട് നല്ല ചൂടുള്ള ക്രിസ്പി വടല്ല അമ്മ. അമ്മ കുറേ നാളായി നമ്പീശൻസി വന്നിട്ടില്ലേ. നമ്മൾ ഈ പഴയ റെസ്റ്റോറൻറ്റിലൊക്കെ പോകുമ്പോഴേ പലരും പറയണ സ്ഥിരം കമൻ്റാണ് പഴയ ഒരു ടേസ്റ്റ് ഇല്ല ബ്രോ എന്നുള്ളത്. എന്തായാലും നമ്പീശൻസിൽ എനിക്കങ്ങനെ തോന്നിയിട്ടേ ഇല്ല. അവരെപ്പോഴും ആ ഒരു കൺസിസ്റ്റൻസി നിലനിർത്തി പോകുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ചിലർ പറഞ്ഞൊരു കമൻ്റാണ് ചട്നിയൊക്കെ വളരെ കുറവാണ് തരുന്നത്. നിങ്ങൾ രണ്ടാമത് ചോദിച്ചാൽ അവരെത്ര വേണമെങ്കിലും ഒഴിച്ചു തരുന്നുള്ളതാണ് എൻ്റെ അനുഭവം. എനിവേ വർത്താനം നിർത്തിയിട്ട് ഞാൻ എൻ്റെ നെയ് മസാലയ്ക്ക് അങ്ങോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യട്ടെ. 3 ചായ ദോശയുടെ ഒപ്പം മസാലയും ചട്നിയും കൂടി ചേർത്ത് അങ്ങോട്ട് കഴിച്ചു. ഓ എന്താ ഒരു സുഖം. അല്ല നാടൻ ചട്നിയാട്ടോ ഇവിടുത്തെ. ചമ്മന്തി വേണമെങ്കിൽ. ഉച്ചയ്ക്ക് ഊണ് കഴിച്ചിട്ട് വൈകിട്ടൊരു ചായ പോലും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. നല്ല വിശപ്പുണ്ടേ. പറഞ്ഞങ്ങോട്ട് തീരുമ്പോഴേക്കും ചുവന്ന ചമ്മന്തി എത്തി. എൻ്റെ ഫേവറേറ്റാണ് ഇവിടുത്തെ ചുവന്ന ചമ്മന്തി. ലേറ്റായാൽ ചിലപ്പോൾ കിട്ടിയില്ല എന്നൊക്കെ വരും കേട്ടോ. അതുകൊണ്ട് ഞാൻ കഴിക്കണ പോലെ ഇങ്ങനെ ലാവിഷായിട്ട് ചട്നിയൊക്കെ കൂട്ടി കഴിക്കണമെങ്കിൽ നേരത്തെ തന്നെ പോരെ.
അതായത് വൈകിട്ടൊരു 8 മണിക്ക് മുമ്പായിട്ട് എത്തിയാൽ ഓക്കെയാണ്. മസാല മാത്രമായിട്ട് കഴിക്കല. ഈ അമ്മയ്ക്കിന് വട ആ ആട്ടാ നോക്കിയ നല്ല ക്രിസ്പി വട അല്ലേ. വെറുതെ കടിച്ചിന നെയ് മസാല കഴിച്ച് വയറ് ഫുള്ളായ എൻ്റെ അമ്മ ഒരു കഷ്ണം വട എനിക്ക് തന്നു. നേരത്തെ വെറുതെയാണ് കടിച്ചതെന്നെങ്കിൽ ഈ ഒരു വട കഷ്ണം ഞാൻ ചട്നിയിൽ മുക്കി കുതിർത്തങ്ങോട്ട് കഴിച്ചു. നെയ് മസാലയും വടയും ചായയും ഒക്കെ കഴിച്ചെങ്കിലും ചെറിയൊരു വിശപ്പ് എവിടെയോ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു സെറ്റ് പൂരിയും കൂടി അങ്ങോട്ട് പറഞ്ഞു. ചൂട് ചൂട് അമ്മയ്ക്ക് വേണോ? ഒരു കഷ്ണം വേണോ? നല്ല പൂരിയാ കഴിച്ചു നോക്കി കണ്ട. പൂരിയുടെ ഒപ്പം തേങ്ങാ ചട്നി ഉണ്ട്, പിന്നെ ഉരുളക്കിഴങ്ങിൻ്റെ മസാലയുണ്ട്. ആദ്യം ചട്നിന്ന് അങ്ങോട്ട് തുടങ്ങാം. ചട്നിയും പൂരിയും മതില്ല, ഇതൊന്നും വേണ്ടല്ല. ബൂസ്റ്റാ മേടിക്ക. അമ്മയ്ക്ക് വേണം ബൂസ്റ്റാണ്. ബൂസ്റ്റേ കുറച്ചിരിക്കും വേണ്ട. ഒരു ബൂസ്റ്റ് ബൂസ്റ്റിനായിട്ടുള്ള കാത്തിരിപ്പാവില്ല അതിൻ്റെ. ഓക്കെ അമ്മയ്ക്ക് വേണം ഇത്തിരി ബൂസ്റ്റ് വേണ്ടല്ല. അപ്പോൾ ഇതാണ് ഞങ്ങൾ കഴിച്ച ടോട്ടൽ ബില്ല്. അങ്ങനെ ബില്ലൊക്കെ പേ ചെയ്ത് നമ്പീഷൻസ് ലക്ഷ്മി കഫേന്ന് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴാണ് ഇവിടെ ഉദയഭാരതത്തിൻ്റെ ഒരു കലണ്ടർ കണ്ടത്. 2-3 എണ്ണം അതും വാങ്ങി. എല്ലാ വിശേഷ ദിവസങ്ങളും അറിയാൻ ബെസ്റ്റാണ് ഉദയഭാരതത്തിൻ്റെ കലണ്ടർ. കഴിഞ്ഞ തവണ നിറമാല കാണാൻ വന്നതിനേക്കാളും കുറച്ചുകൂടെ സമാധാനമുള്ള ഒരു ദർശനവും അന്തരീക്ഷവും ഒക്കെ ആയിരുന്നു ഇന്ന്. പോരാത്തതിന് നമ്പീഷൻസിലെ നെയ് മസാലയും വടയും ചായയും പൂരിയും ബൂസ്റ്റും ഒക്കെ അങ്ങോട്ട് നന്നായി. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരയ്ക്കും ബൈ. Thank you.